से भारतीय उपभोक्ताओं की नवीनतम तकनीक तक पहुंच संभव हो पाएगी। भारत में इलेक्ट्रिक व्हीकल्स का प्रोडक्शन बढ़े और കണ്ടോ ഇപ്പം നമ്മുടെ റേഡിയോ നല്ല ഭംഗിയായിട്ട് വർക്കാകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ റേഡിയോ കറക്റ്റായിട്ട് സർവീസ് ചെയ്യാനായിട്ട് ഓഡിയോ സെക്ഷൻ ആദ്യം നമ്മൾ പരിശോധിച്ചു. ഇപ്പോൾ അടുത്ത പരിശോധിക്കേണ്ട IF സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യാവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ഓഡിയോ സെക്ഷൻ വർക്കിംഗ് ആണ്. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഞാൻ എന്താ വോളിയം കൺട്രോളിന് പകരമായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുവാണ്. അപ്പോൾ നമുക്കിനി ഇവിടം വരെ ശരിയാണ്, ഓഡിയോ സെക്ഷൻ വരെ. ഇനി അവിടുന്ന് IFT, ആ IF സെക്ഷനും ഓസിലേറ്റർ അങ്ങനെ കറങ്ങി വരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തൊട്ട് തുടങ്ങണം, നോക്കാം. ഇതിൻ്റെ വോൾട്ടേജ്, ഈ ട്രാൻസിസ്റ്റർ വർക്കാണെന്ന് പറയുന്നത് എളുപ്പമുള്ളവരുടെ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് നോക്കുവാണ്. വോൾട്ടേജ് നോക്കാം. ഓക്കെ, അവിടെ ഒരു വോൾട്ടേജ് പോലും അതിൻ്റെ ബേസിൽ വരുന്നില്ല. ബേസിൽ 7 വോൾട്ടേജ് വരേണ്ടതാണ്. നമുക്ക് ഈ ഇതുവഴിയാണ്, ഈ റെസിസ്റ്റർ വഴിയാണ് വരുന്നത്. അവിടെ നോക്കാം, അവിടെ വോൾട്ടേജ് വരുന്നുണ്ട്, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വോൾട്ടേജ് ഇല്ല. എമിറ്റർ വോൾട്ടേജ് ഒന്നും കാണില്ല. കളക്ടർ നോക്കാം, കളക്ടർ വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്കാം, അവിടെ ബേസിലും ഇല്ല. അപ്പോൾ അതിനർത്ഥം ഈ റെസിസ്റ്റർ, ഇവിടുത്തെ റെസിസ്റ്ററിലൂടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അവിടെ റെസിസ്റ്റർ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറാണ്. നമുക്കപ്പോൾ ട്രാൻസ്ഫോമർ ഇളക്കിയിട്ട് നോക്കാം. ഈ ബേസിൽ ഉണ്ട്, ഈ എങ്ങനെ, ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്. ഈ ബേസിൽ ഇവിടെ വോൾട്ടേജ് വരാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ IFT വഴിയാണ് സപ്ലൈ വരുന്നത്. അതായത് ഈ റെസിസ്റ്ററിൻ്റെ ഇവിടം വരും, ഇവിടെ നിന്ന് ഇങ്ങനെ IFT വഴി കയറി ഇങ്ങനെ പോവുകയാണ്. അപ്പം ഈ IFT കംപ്ലൈൻ്റ് ആണ്, ഓപ്പണായിട്ട് നിൽപ്പുണ്ടെങ്കിൽ ഇതുപോലെ വരത്തില്ല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായിട്ടും, കാരണം റെസിസ്റ്ററിൻ്റെ അവിടെ വന്നിട്ടുണ്ട്, ഇപ്പുറത്തില്ല. അപ്പം ഈ IFT കംപ്ലൈൻ്റ്. അപ്പോൾ IFT ഇളക്കിയിട്ട് നോക്കുക ശരിയാണോ നല്ലതാണോ. ഡിറ്റക്ടർ IFT കൊണ്ട് ഇളക്കുക, കാരണം ഇത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ട് അതിൻ്റെ ലീഡൊക്കെ കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് കറക്റ്റ് സോൾവ് ചെയ്യണം. ഡിറ്റക്ടർ IFTക്ക് കുഴപ്പമൊന്നുമില്ല, ബാക്കി 2 IFT ആണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടൊന്ന് സോൾവ് ചെയ്യണം, അതുകൊണ്ടാണ് അതുകൂടെ ഇളക്കുന്നത്. അതുപോലെ ട്രാൻസ്ഫോമർ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ബോഡി വെച്ച് തന്നെ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഈ മോഡലിടുക, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന മോഡലിടുക. അതിനുശേഷം നമുക്ക് പ്രൈമറി സെക്കൻഡറി സെപ്പറേറ്റ് നോക്കാം. കണ്ടോ, വർക്കാകുന്നില്ല. കണ്ടോ, ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു സൈഡ് വർക്കാകുന്നുണ്ട്, മറ്റു സൈഡ് വർക്കാകുന്നില്ല. അപ്പോൾ അടുത്തത് അഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉള്ളിൽ കപ്പാസിറ്റർ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പുറമെ ഈ കപ്പാസിറ്റർ ഇട്ട് കൊടുത്തേക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതിനകത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇത് വർക്കിംഗ് ആണോ. ഓക്കെ, കണ്ടോ, നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വർക്കിംഗ് അല്ല. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഒരു സൈഡ് വർക്കിംഗ് ആണ്, ഒരു സൈഡ് വർക്കിംഗ് അല്ല. അപ്പോൾ ഇത് എടുത്ത് മാറ്റി വേറെണ്ണം വയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ഉള്ള ഓപ്ഷൻ. അപ്പോൾ IFT ഇല്ല. അപ്പം നമുക്കിത്, ഞാനിതങ്ങ് അഴിച്ച്, സത്യം പറഞ്ഞതുകൊണ്ട് ഇതിനകത്തുനിന്ന് അഴിച്ചു. അത് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഇത് അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സത്യത്തിൽ. അപ്പോൾ ഇതിൻ്റെ വയറും എല്ലാം വിട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്കിത് സോൾഡർ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സോൾഡർ ചെയ്തെടുത്തിടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതുകൊണ്ട് ഈ സൈഡാണല്ലോ നമ്മുടെ വർക്കാകാത്തത്. നോക്കി, കണ്ടോ. അപ്പം ഇതാണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഇവിടെ വയറ് വിട്ട് കിടപ്പുണ്ട്. നമുക്കതൊന്ന് സോൾഡർ ചെയ്യാം. അതേപോലെ ആദ്യം ഇളക്കി ഇതിൻ്റെ നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് വർക്കാവുന്നുണ്ട്. ഞാൻ സോൾഡർ ചെയ്ത് കാണാൻ പറ്റുമോ? ഇവിടെയാണ് ഞാൻ സോൾഡർ ചെയ്ത്, അത് വിട്ട് കിടക്കുമായിരുന്നു വയറ്.
അത് കാലപ്പഴക്കത്തിലൊക്കെ ദ്രവിച്ചും പോവും. കണ്ടോ, പ്രൈമറി, സെക്കൻഡറി. ഇതേപോലെ തന്നെ ഇതും ശരിയാക്കുക. ഇതിനകത്ത് ഓൾറെഡി ഉള്ളിൽ കപ്പാസിറ്റർ ഉള്ള കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് തിരിച്ച് പഴയപടി അതിനകത്തോട്ട് ഫിറ്റ് ചെയ്യാനായിട്ട്. ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ അത് പോകും. അതുപോലെ ഇളക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഇത് പയ്യെ വളരെ ശ്രദ്ധയോടെ ചെയ്താൽ മതി. ഒരു പക്ഷേ നമുക്ക് കിട്ടിയില്ല, IFT ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ രീതിയിലൊക്കെ നമുക്ക് ശരിയാക്കാം. കണ്ടോ, ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പഴയ പോലെ വെച്ച് സോൾഡർ ചെയ്യാം. അപ്പോൾ ആരോ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കാലൊക്കെ ഒന്ന് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പം ക്ലാവ് പിടിച്ചതും ഒക്കെ ഇത് ഇപ്പോഴത്തെ വരുന്നതെല്ലാം ഇരുമ്പിൻ്റെയൊക്കെയാണ് കാലും ചിലതൊക്കെ. പക്ഷെ പഴയ കാലത്തെ എല്ലാം കോപ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ IFT ആണ്. അത് കറക്റ്റ് നമ്മൾ അതിലോട്ട് തന്നെ വെച്ച് ഒരു ശകലം ഫ്ലെക്സ് എല്ലാത്തിലും തൂത്തേക്കുക. നമുക്ക് സോൾഡറിങ് ചെയ്യാം. സോൾഡർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. ഇത് ഓക്കെ, ഇപ്പോൾ നമ്മുടെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ട്രാൻസ്ഫോമർ ഞാൻ അതേപോലെ തന്നെ ശരിയാക്കിയിട്ടുണ്ട്. വീഡിയോത്തിൽ ദൈർഘ്യമാവുമെന്നുള്ള ഇതുകൊണ്ടാണ് അത് അഴിച്ച് ശരിയാക്കി എൻ്റെ വീഡിയോയിനകത്ത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കാണിച്ചു തരാം കറക്റ്റായിട്ട്. കണ്ടോ, ഓക്കെ. ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി ഇത് കൂടെ നമുക്ക് വെച്ച് സോൾഡർ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്കൊരു ഇച്ചിരി പേസ്റ്റ് ഇടാം. വളരെ കുറച്ചിട്ടാൽ മതി. സോൾഡറിങ് പറഞ്ഞ പോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. 7 വോൾട്ടേജ് കറക്റ്റ് ഈ ട്രാൻസ്ഫോമറിൽ വരുന്നുണ്ട്, ഈ ട്രാൻസിസ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ക്ലിയർ ആയെന്നർത്ഥം. കണ്ടോ, ഇനി നമുക്ക് ഇപ്പുറത്ത് നോക്കാം. ഇവിടെ വോൾട്ടേജ് ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ ട്രാൻസ്ഫോമറോട് മാറ്റണം. ഇതഴിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫോമറോട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ചെക്ക് ചെയ്ത് നോക്കാം, അളന്ന് നോക്കാം. ഇല്ല, കണ്ടോ. അപ്പോൾ ഈ IFTയും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് നേരത്തെ കൂടെ ഒന്ന് സോൾഡർ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ശരിയാവും, ഇല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ടുണ്ട് വരും. ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ. അപ്പോൾ ഓക്കെ, എല്ലാം വിട്ട് കിടക്കുക. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ കണ്ട് ഇതെല്ലാം വിട്ട് കിടക്കുവാണ്. സോൾഡർ ചെയ്ത് നോക്കാം, ചിലപ്പോൾ രക്ഷപ്പെടും. നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇവിടെ ഒരു വയർ കണ്ട് ഇതിൻ്റെ ഇവിടുത്തെ ഇത് വിട്ട് കിടക്കുവാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, കേൾക്കാൻ പറ്റില്ലേ? കണ്ടോ, ആ സൈഡുണ്ട്. ഇനി അടുത്ത ഈ സൈഡ് നമുക്ക് സോൾഡർ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നോക്കി വേണം. 3 കാലുള്ള സൈഡാണ്.
ആ കണ്ടിന്യൂറ്റി കൊണ്ടുവന്നു. കണ്ടോ? ഇല്ലല്ലോ, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല കണ്ടിന്യൂറ്റി, ആ 3 കളറിൻ്റെ. ഇനി നമുക്കിത് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. കണ്ടോ? നമ്മൾ ശരിയാക്കിയ സ്ഥലത്ത് ഈ സൈഡിൽ എങ്ങനെ വെച്ച് നോക്കിയാലും ഇവിടെ ഇല്ല. കണ്ടോ? ഇനി നമുക്കിത് സോൾഡർ ചെയ്ത് നോക്കാം. സോൾഡറിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണ്ടിന്യൂറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടോ? 3 കാലാണ് കാണാൻ പറ്റും നിങ്ങൾക്ക്. കൊണ്ടോ? അപ്പോൾ ഓക്കെ. അപ്പോൾ സെക്കൻഡറി പ്രൈമറി എല്ലാം വർക്കിംഗ് ആണ്. ഇനി ഇത് തിരിച്ചതേപോലെ അങ്ങ് ഇടാം. നമുക്ക് കറക്റ്റായിട്ട് ഇടാം. ഓക്കെ, കണ്ടോ? വർക്കാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സപ്ലൈ കൊടുത്ത് പരിശോധിക്കാം. അവിടെയും വോൾട്ടേജ്. അപ്പോൾ ഈ സെക്ഷനെല്ലാം വർക്കാകുന്നുണ്ട്. അപ്പോൾ വേറെ ശബ്ദങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനിയിപ്പോൾ അതും നമുക്ക് മറ്റ് സെക്ഷനുകളൊന്ന് പരിശോധിക്കണം. അത് അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.